രാത്രിയിൽ വരുന്ന പ്രമുഖ വണ്ടികൾ വരുന്നുണ്ട് രാത്രി 11 മണിക്ക് ശേഷം. അവിടെ വെച്ചാൽ മതി. ഗിരിജ എന്ന് പറഞ്ഞവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാത്സംഗം ചെയ്യുന്നതാണ്. ഈ രാത്രി 6:45-7 മണിയായപ്പോൾ ഈ പെണ്ണു, ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലിച്ചരടുമായിട്ട് ഓടി എൻ്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി. ജീവമാതാ കാരുണ്യ ഭവനിലെ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നമ്മൾ കേട്ടു. അതൊക്കെ ഏകദേശം ഒതുങ്ങി എന്ന് കരുതിയതാണ്. ഇനിയിപ്പോൾ കൂടുതൽ എന്താർക്ക് പറയാനാണ്? മിക്കവാറും പറയാനുള്ളവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതി ഈ ഒരു വിവാദം ഇതോടുകൂടി അവസാനിച്ചു എന്ന് ചിന്തിച്ചതാണ്. പക്ഷേ ഇതുവരെയും കേട്ടതിനേക്കാളും വലിയ വെളിപ്പെടുത്തലുകൾ ദേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം എവിടെയായിരുന്നു, എന്തായിരുന്നു? സമൂഹത്തിൽ ഇത്തരമൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി മുൻപോട്ട് കാലെടുത്തു വെച്ചവർക്ക് വേണ്ടി ആദ്യം അത്താണിയായത് ആരാണ്? ആരാണ് അവർക്ക് സ്ഥലം നൽകിയത്? ആരാണ് അവർക്ക് കെട്ടിടം നൽകിയത്? പിന്നീട് ആ വ്യക്തികൾക്ക് എന്താണ് അനുഭവിക്കേണ്ടി വന്നത്? എന്താണ് അവർ കാണേണ്ടി വന്നത്? ഈ കാഴ്ചകളൊക്കെ ഇപ്പോൾ ദേ പുറം ലോകത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടെ അവർ തുറന്നു പറയുകയാണ്. അതെ, ഞെട്ടിക്കുന്ന വാർത്തകൾ. ഈ വിവരങ്ങൾ ഇപ്പോൾ പുറം ലോകത്തോട് പങ്കുവച്ചിരിക്കുന്നത് ക്യാൻവാസ് മീഡിയ എന്നറിയപ്പെടുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ്. എന്തായാലും നമുക്ക് ആ വെളിപ്പെടുത്തലുകൾ ഒന്ന് കേട്ടു നോക്കാം. ജീവമാത കാരുണ്യഭവന്റെ തുടക്കം ദാണ്ടെ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ നിന്നുമായിരുന്നു. ഈ വീടിൻ്റെ ഉടമയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പലതും കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് പറയാനുണ്ട്. ചേച്ചി, തുടക്കം മുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ആദ്യമായിട്ട് പത്തനാപുരത്തുനിന്ന് അവർ നമ്മുടെ വീട്ടിൽ വന്നു, ഞങ്ങൾ താമസിക്കുന്നിടത്ത് വന്ന് പറഞ്ഞു ഇതുപോലെ തേപ്പാറയിലൊരു വീടുണ്ടെന്നറിഞ്ഞു. ഞങ്ങൾക്ക് ആ വീട് വേണം, കാരണം അനാഥാലയത്തിൽ തുടങ്ങാനാണ്. അപ്പം ഞങ്ങൾക്ക് ആ വീട് വേണമെന്ന് പറഞ്ഞു. സ്വാമിയോട് പറഞ്ഞു ഇല്ലെന്ന് പറയരുത്, തൊഴുത് പറയുക, ഞങ്ങൾക്ക് ആ വീട് വേണം, എത്ര രൂപ വാടകയാണെങ്കിൽ ഞങ്ങൾ തന്നേക്കാം. അപ്പം ഞങ്ങൾക്ക് ആ വീട് വേണമെന്ന് പറഞ്ഞു. 15,000 രൂപ അവർ ഡെപ്പോസിറ്റ് തന്നിട്ട് പറഞ്ഞു നിങ്ങളത് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നാൽ മതി, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്വാമി നല്ല ഒരു അനാഥാലയത്തിൽ കൊടുക്കുവാന്നല്ലോ, അല്ലെങ്കിൽ ഒരു അംഗനവാടിക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അപ്പ പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവർ അംഗനവാടിക്ക് കൊടുത്തു. അംഗനവാടിക്കല്ല, സോറി, ഈ മാതാ അനാഥാലയത്തിൽ അവരങ്ങനെ താമസമായി നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ആ കഥകളൊന്നും അറിയത്തില്ല. ഒരു 15 പേരുണ്ടായിരുന്നു. പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം കിടക്കുമായിരുന്നു. എല്ലാവരും ഓരോ മുറിയിലും ഇങ്ങനെ കിടന്ന് അവർ വന്ന് ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്തു. താഴെ തറയൊട്ടിച്ചു, പിന്നെ മേളിൽ റൂഫിട്ടു, അങ്ങനെ എന്തൊക്കെയോ ഇവർ ഞങ്ങളോട് ചോദിക്കാതെ തന്നെ ഇവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കിണറുണ്ട്, തൊട്ടടുത്ത് കിണറുമുണ്ട്. അപ്പോൾ കിണറ്റിൽ നിന്ന് ഞങ്ങൾ പൈപ്പൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ വന്ന് അതും ചെയ്തു. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തുടക്കം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എല്ലാ പരിപാടിക്കും ഞങ്ങളെ വിളിച്ചിരുന്നു. ഇന്ന ആളാണ് ഞങ്ങൾക്ക് തന്നത്, അദ്ദേഹത്തിന് ഞങ്ങൾ പൂവിട്ട് തൊഴണം എന്നൊക്കെ പറഞ്ഞ് അനുമോദിച്ച് ഒക്കെ കുറേ പരിപാടികളൊക്കെ നടത്തി. അങ്ങനെ എന്ത് പരിപാടി ഉണ്ടായാലും എന്നെ അറിയിക്കും, ഞാനിവിടെ വരും. ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല. ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാത്സംഗം ചെയ്യുന്നതാണ്. ചേച്ചി നേരിട്ട് ഞാൻ കണ്ടോണ്ട് വരുന്നത്. പക്ഷെ ഞാനിത് അവരോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് അംഗീകരിക്കത്തില്ല. ഞാൻ കാണുകയും കതവ് തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത്. ഇവിടുത്തെ അന്തേവാസി 35 വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആ കതവ് ചാരി, അതുപോലെ ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ. ഞാൻ പെട്ടെന്ന് ഇറങ്ങി പേടിച്ചു വെച്ചാൽ ഈ സംഭവമാണല്ലോ ഇവിടെ നടന്നത്. അതുകൂടാതെ പിന്നെ 2 ജോലിക്കാരെ ഞാൻ വിട്ടിരുന്നു. അവര് പറഞ്ഞു ആരെങ്കിലും 2 ജോലിക്കാരെ വേണേ. എനിക്കിതില്ല, അതിന് മുമ്പാണ്. ജോലിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു ഞങ്ങളെ എന്തിനാ അങ്ങോട്ട് വിട്ടത്, ഞങ്ങൾ തുണി മാറാൻ സമ്മതിക്കുന്നില്ല, ആണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ വന്ന് ഞങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഒരു നേഴ്സിനെ വിട്ടു. നേഴ്സ് പറഞ്ഞു ടീച്ചറെ ഞങ്ങൾക്ക് ഇത് പറ്റിയ പണിയല്ല, ഞങ്ങളെയും കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ടീച്ചർ ഞങ്ങളെ ഇനി ഒരിക്കലും ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടേക്കല്ലേ. അനാശാസ്യ പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേപ്പാറയിൽ നിന്ന് ഒരു വസ്തു കൊണ്ടെന്ന് പറഞ്ഞ് കൊടുത്ത് ഇവിടെ ഒന്നെല്ലാം ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ പിന്നെ ഞങ്ങളുടെ ഒരു വീട് വയ്ക്കുകയാണ്, സഹകരിക്കണം. ഓക്കെ, നല്ല കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെയായി വീടൊക്കെ കൊടുത്തു. ഏറ്റവും അവസാനം ഇവരെ എല്ലാം ഇളക്കിക്കൊണ്ട് അങ്ങ് പോയി. എല്ലാ കട്ടയിൽ വരെ
കട്ടിലെ വയറിങ് വരെ ഇളക്കി എല്ലാം കൊണ്ടുപോയി. അപ്പം സ്വാമി പറഞ്ഞു 15,000 രൂപ ഞാൻ തരത്തില്ല, ഞങ്ങൾ അത് തന്നെയല്ല, മലിനജലം, കക്കൂസിൻ്റെ മലിനജലം കിണറിലോട്ട് അവരെ പിന്നെ അവിടെ നിന്ന് വീഴ്ത്തി. അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ മൊത്തം ചെയ്തിട്ടാണ് ഇവർ പോയത്, ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ പൂട്ടി ഞങ്ങൾ ഇങ്ങനെ എടുത്തു, കാരണം ഇവർ ഇത്രയും നശിപ്പിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ 2ാമത്തെയാണോ 3ാമത്തെയാണോ ഭർത്താവെന്ന് അറിയത്തില്ല, ഇവിടെ താമസിച്ചിരുന്നപ്പോൾ ഭർത്താവ് വന്നാൽ പറഞ്ഞ രാജേഷ് ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ മോൻ പ്രസിഡൻ്റാണ്, അവനെ കാണാൻ ഇവിടെ വന്നു, നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്ത് താമസിക്കുന്നു. അവിടെ വന്നപ്പോൾ സ്വാമി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൽ, ഇങ്ങനെയാണോ വാടകയ്ക്ക് നിന്നിട്ട് ചെയ്യുന്നേ എന്ന് ചോദിച്ചു. അന്നേരം അവൻ ഉടനെ കൊണ്ട് കേസ് കൊടുത്തു, അവനും ഈ ഗിരിജ എന്ന് പറഞ്ഞവരോട്. പക്ഷേ മുകളിൽ രാഷ്ട്രീയം ഉണ്ടായും കൊണ്ട് ഞങ്ങൾ അവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സില്ലായിരുന്നു. അവള് പറയുന്നത് നിങ്ങളും ഉണ്ടായി, അവര് പറയട്ടെ എന്ന് പറയും. ഇവർക്ക് ഒരുപാട് പിടിപാടുണ്ട്, ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിപാടുണ്ട്. പിന്നെ അങ്ങനെ മെമ്പർമാർ, ഇപ്പം മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അവരുടെ കൈയാണ്. 2ാം വാർഡിലല്ല 4ാം വാർഡിലെ മെമ്പർ. MLA ഇല്ലാത്ത പരിപാടിയില്ലായിരുന്നു. ചിറ്റയൻകുമാർ, ഗണേഷ് കുമാർ, ഇവരൊക്കെ ഗണേഷ് കുമാറും ഉണ്ട് ഇവിടെ. അതെ, ഇപ്പൊ അല്ല, നേരത്തെ അവരാരും ഇല്ലാത്ത പരിപാടി ഇല്ല. പിന്നെ രാജീവ്, അങ്ങനെ കുറെ വമ്പന്മാർ ഇവരുടെ കയ്യിലുണ്ട്. അപ്പം നമ്മളൊക്കെ ഒന്നും പറഞ്ഞാല് കേസ് അവിടെ ഇല്ല. അതുകൊണ്ട് തേപ്പാറയിലെ പിന്നെ ഇതുണ്ടല്ലോ, ഈ വേസ്റ്റ് എടുക്കുന്ന പിള്ളേരവിടെ ചെന്നാല് ഈ ഇറച്ചിയുടെ കഷ്ണമൊക്കെ ഒരു പൊതിഞ്ഞ് ഒരാഴ്ച 1 or 2 ആഴ്ച ആയിരിക്കും ഇവർ വരുന്നത്. അതുവരെ അതിനകത്ത് വെച്ചേക്കും, അവർ എടുത്ത് കളയത്തില്ല. ഇവർ 2 അല്ല 1 ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വെച്ചേക്കരുത്, വാടയെടുക്കും, ഇത് നിങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ആ കവർ കഴുകി വെക്കിന്, അല്ല ഇത് പുഴുവായി കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കത്തില്ല. പക്ഷെ അവരോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്തുവാന്ന് വെച്ചാൽ ചെയ്തു. ധാർഷ്ട്യമാണ്, പിടിപാടുള്ളതിൻ്റെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ അതിനെതിരെ കൗണ്ടറായിട്ട് അവൾ കൊടുത്തതെന്നറിയോ, ഞാൻ അവിടെ ചെന്ന് ആഭാസത്തരം പറഞ്ഞു, അനാവശ്യം പറഞ്ഞു, മറ്റേ ചെയ്തു, അതിക്രമിച്ച് കടന്നു, അനാഥാലയത്തെ അതിക്രമിച്ച് കടന്നു എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. അവളും വിളിച്ചു പറഞ്ഞു, ഞാനും വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ SI എന്ന് പറഞ്ഞാൽ അവനൊരു ഷണ്ണാനായിരുന്നു, മലയാളത്തിൽ പറഞ്ഞ ഷണ്ണനായിരുന്നു. അവൻ അത് കേട്ടിട്ട് 2 പേരുടെ സെറ്റിൽ അങ്ങ് തീർക്കുന്നു. എൻ്റെ വാദം കേട്ടില്ല, അവിടെ വാദം കേട്ടില്ല. പക്ഷേ ഒരു കോൺസ്റ്റബിളിനായിരുന്നു, അയാളൊന്ന് പറഞ്ഞു, സാറേ പിന്നെ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട്, ആ പരാതിയൊക്കെ പോട്ടെ. കാര്യം അവള് മേളിൽ വിളിച്ച് പറഞ്ഞു, മേളിൽ എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറും ചിറ്റൻകുമാറും അല്ലേ ഇവിടെ കിടക്കുന്നത്. ശരി, വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ പോന്നു. ഞാൻ പറയാം, നീ അനുഭവിക്കും. ബ്രാഹ്മണര ഒരില കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിക്കും. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് സംഭവം. അപ്പം ചിറ്റവും ഈ ഗണേഷ് കുമാറുമാണ് ഇവരെ സംരക്ഷിക്കുന്നത്. ജീവമാതാ കാരുണ്യ ഭവൻ എന്ന ഈ അനാഥാലയം, ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വൃദ്ധസദനം, അവിടെ നടന്നിട്ടുള്ള പല നെറികേടുകളെക്കുറിച്ചും ആ സ്ഥാപനത്തിന്റെ മറവിൽ നടന്നു വന്ന പല അനാശാസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ കണ്ടമാനം ഓൺലൈൻ ചാനലുകൾ വാതോരാതെ സംസാരിച്ചിട്ടും ഇതിനെല്ലാം എതിരെ കൃത്യമായിട്ട് കമന്റ് എഴുതാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവർ പറയുന്നത്, അങ്ങനെ ഒരു കുട്ടിയെ അവിടെ ഗർഭിണിയാക്കിയെങ്കിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? നിങ്ങളുടെ ആരുമല്ലല്ലോ. ആ ഗർഭിണിയായ കുട്ടിയെ ഗർഭിണിയാക്കിയ ചെറുക്കൻ തന്നെ കല്യാണം കഴിച്ചില്ലേ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കരുതോ? അവർ അനാഥാലയം കൊണ്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കാണ്, നിങ്ങൾക്കെന്താ പറ്റില്ലായിരുന്നോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെയുള്ള അന്തേവാസികളെ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം കൊടുക്ക്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമന്റ് എഴുത്തുകാർ കണ്ടമാനം പണിയെടുക്കുന്നത് കണ്ടിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾക്കോ ആയിരുന്നു സംഭവിച്ചിരുന്നതെങ്കിൽ ഇതൊക്കെ തന്നെ നിങ്ങൾ പറയുമായിരുന്നു. ആ സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത വ്യക്തി പറയുകയാണ്, അവർ കണ്ടുകൊണ്ട് ചെല്ലുന്ന കാഴ്ച 30 വയസ്സിനും മുകളിൽ പ്രായമുള്ള ഒരു അന്തേവാസിനിയായ സ്ത്രീയെ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്ത കാഴ്ച അവർ കണ്ടുവെന്ന്. അവർക്ക് മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതൊന്നും പുറം ലോകത്തെത്തുവാനുള്ള യാതൊരു സാധ്യതകളുമില്ല. മാത്രവുമല്ല, പുറം ലോകത്തെത്തിയാലും അവരുടെയൊക്കെ വായടപ്പിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ സാധ്യതകളും ഇവർക്കുണ്ട്. പഞ്ചായത്ത് മെമ്പർ തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, MP, അവസാനം മന്ത്രി വരെയോളം അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ നിൽക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് പോയിട്ട് ഈ സംരംഭത്തിന് വേണ്ടി ഈ ഫ്രീ ആയിട്ട് സ്ഥലം വിട്ടുകൊടുത്ത ആ ഉടമസ്ഥന്റെ പരാതി കേൾക്കുവാൻ പോലും പോലീസുകാർ തയ്യാറായില്ല. എന്തൊരു ദുരവസ്ഥയാണിത്! ആർക്കും പ്രതികരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. സമൂഹത്തിൽ പാർക്കുന്ന വ്യക്തികൾക്ക് ഭയമാണ്. അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു പോയാൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതെയായി പോകും എന്നുള്ള ഭയം. അങ്ങനെയാണെങ്കിൽ ഉന്നതമായ പിടിപാടുകളാണ്.
ഇവിടെ CWCയുടെ ചെയർമാനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ കൃത്യമായിട്ട് നടപടിയെടുക്കുകയും നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്യേണ്ട ആൾക്കാർ പോലും ഇവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം അത്രമാത്രം പിടിപാടുകളാണ് ഉന്നതങ്ങളിൽ അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഭയമാണ്. കാര്യങ്ങൾ ഇവിടം വരെയോളം കൊണ്ടുവന്ന് എത്തിച്ചില്ലേ, ഇനിയെങ്കിലും ആ നാട്ടുകാർ പ്രതികരിക്കുവാൻ ഇറങ്ങിത്തിരിക്കണം. സംഭവങ്ങളൊക്കെ ഇത്രയും പുറത്തു വന്നിട്ടും പത്തനാപുരത്ത് നിന്ന് ആരും ഇതിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. ധൈര്യത്തോടു കൂടി മുൻപോട്ടിറങ്ങി വരുവാൻ ആ നാട്ടുകാർ ഇനിയെങ്കിലും ഒരാർജവം കാണിക്കണം. ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വെളിപ്പെടുത്തൽ വീണ്ടുമുണ്ട്. അത് ആ നാട്ടുകാരനായ മറ്റൊരുത്തൻ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, അതായത് ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹം നടന്ന ദിവസം എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് എന്നുള്ളതിന്റെ ദൃക്സാക്ഷി ഒരു വിവരണവുമായി വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അതേക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാവും. തൽക്കാലം നിർത്തുകയാണ്.